അയ്യോ, ബാത്റൂമിൽ പാമ്പുണ്ട്. അയ്യോ, പാമ്പ് പാമ്പ് പാമ്പേ. വീടിനകത്ത് പാമ്പ് കയറിയേ. അയ്യോ, പാമ്പ് പാമ്പ്. ഹണി, നീ എവിടെയാടാ പാമ്പിനെ കണ്ടത്? ഞാനെങ്ങും കണ്ടില്ല. നിങ്ങൾ കരഞ്ഞപ്പോ ഒരു കമ്പനിക്ക് വേണ്ടി ഞാനും കൂടെ വന്ന് കരഞ്ഞതാണ്. കൊള്ളാമോ? എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ എന്തിനാ ഇവരെ കണ്ട് പേടിക്കുന്നത്? ഇവര് കൊത്തുന്ന പാമ്പുകളല്ല. അത് നിനക്കെങ്ങനെ അറിയാം? മേഡത്തിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു ഈ രാവിലെയുള്ള സ്നേക്സ് വളരെ നല്ലതാണെന്ന്. അപ്പൊ പിന്നെ ഇവരും നല്ലവരായിരിക്കില്ലേ? ഇയാള് പറയുന്നത് വളരെ ശരിയാണ്. ഒന്നും ചെയ്യില്ല, ഞങ്ങളെ നിങ്ങൾ ഒന്ന് സഹായിക്കണം. മ്യൂസിക്കിന് പ്രത്യേകിച്ച് ഭാഷകളൊന്നുമില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിലേ അതില് 2 കീർത്തനം ഞാൻ അങ്ങ് അലക്കിയേനെ. നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ അമ്മ ഹാർമോണിയത്തിനകത്ത് മുട്ട ഇട്ടത്. ആ ഹാർമോണിയത്തിലെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ വളർന്നത്. ഒരുമിച്ച് നമുക്കിവിടെ കുത്തിയിരിക്കാം. എന്തിനാ കുത്തിയിരിക്കുന്നേ? കാല് കഴിക്കാൻ നിങ്ങൾക്ക് കാലില്ലല്ലോ. അവിടെ നിന്ന് പറഞ്ഞാ മതി. മാത്രമല്ല, ഈ കഴുത്തിൽ എന്തിനാ ഇങ്ങനെ നമ്പറൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നേ? അത് പിന്നെ അവർക്ക് കൈ പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഇതിന്റെ പിന്നിലെ കഥ നിങ്ങൾക്ക് അറിയണോ? എന്താ കേട്ടോ? ഒരു രാജാവുണ്ടായിരുന്നു. ഒരു രാജാവുണ്ട്. കൂട്ടുകാര് മുത്ത് പാമ്പും കോണിയും കളിക്കുന്നേ. ഞാൻ 18ാം നമ്പരിലെ പാമ്പാടേ. ഒരു കൊത്തും കൊടുത്ത് 3ലേക്ക് വിടുന്നു ഞാൻ. അയ്യോ, ഇന്ന് നീയാണ് എന്റെ കളിക്കാനുള്ള കരു. അയ്യോ, എന്ന് വെച്ചാ എന്താ? ക്യാരറ്റിന്റെ വേറെ വല്ല പേരാണോ? കരു കൊണ്ടാണ് പാമ്പും കോണിയും കളിക്കുന്നത്. മൃഗങ്ങളോടൊപ്പം കളിക്കുന്നതിന്റെ രസം വേറെ തന്നെയാണ്. അത് ദാ ഇവിടെയാണ്. ഞങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ 40ാം നമ്പറിൽ അവിടെ തന്നെ കുടുങ്ങിപ്പോയി. ചേട്ടനെ രക്ഷിക്കാൻ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണോ? എങ്കിൽ വരൂ, നമുക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ചേട്ടന്മാരെ രക്ഷിക്കാം. ഇനി നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത്രയും വലിയ ഏരിയയില് ഫുട്ബോൾ കളിക്കാൻ നല്ല രസമായിരിക്കും. എന്താ സ്നേക് ബ്രോസ്, നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? സോറി, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നമ്മുടെ കയ്യില് ഫുട്ബോൾ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ മറന്നതാ. ഒരു കാര്യം പറയാമോ? പാമ്പുകളുടെ ഉത്സവത്തിന് എന്താ പറയുന്നത്? നാഗപഞ്ചമി. ഓക്കേ. അയ്യോ, എന്നെ എന്തിനാ അടിച്ചത്? ഇത് നാഗത്തിന്റെ പഞ്ചിങ് ആണ്. ദേ നോക്കിയൊരു Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. നക്ഷത്രം മണ്ണിലേക്ക് വരുന്നു.
എടാ അത് നക്ഷത്രമൊന്നുമല്ല, നല്ലൊരു പണിയാ വരുന്നത്. ഒരു പരിന്താത് ഓടിക്കോ. പാമ്പ് ചേട്ടാ ഒരു മിനിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. വാ പാമ്പ് ചേട്ടാ, നമുക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെട്ടു. ദേ 6 വന്നല്ലോ. ഒരു ദിവസം ഞാൻ മുയലിനോടൊപ്പം റേസിൽ കഷ്ടപ്പെട്ട് ഓടി ഞാൻ ജയിച്ചായിരുന്നു. അതിനുശേഷം ദാ ഇവിടെ വന്ന് ഓടേണ്ട ഗതികേടായി പോയി എനിക്ക്. എടാ നിന്റെ കാര്യം പിന്നെയും കുഴപ്പമില്ലെന്ന് വെക്കാം. എന്റെ പുറത്തോട് 8ാമത്തെ കളത്തിൽ ഊരിപ്പോയത്. ഞാനിവിടെ 3 ദിവസമായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക ആ കളം വരെ ഒന്ന് എത്താനായിട്ട്. നടുക്ക് പാമ്പുള്ളത് കൊണ്ട് അപ്പൊ തന്നെ വിഴുകും, ഞാൻ താഴെ എത്തും. നിങ്ങൾ ഇത് എന്താ നോക്കി നിൽക്കുന്നേ? മര്യാദയ്ക്ക് കളിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എണ്ണത്തോണിയിൽ കിടക്കേണ്ട വിധം ചവിട്ടി കൂട്ടും ഞാൻ. രാജാവ് വളരെ ശക്തനാണ്. നമുക്ക് പാമ്പുകളോടൊപ്പം തന്നെ മറ്റുള്ള മൃഗങ്ങളെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഐഡിയ. മഹാരാജാവേ, അല്ല നിങ്ങളാരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടതാ? നീതി. അതായത് നീതി. പാമ്പും കോണിയുടെ നീതി നിയമമൊക്കെ മാറി. ഞങ്ങൾ ഈ കളിയുടെ പുതിയ നിയമങ്ങളെ കുറിച്ച് പറയാൻ പാമ്പും കോണി അസോസിയേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബോർഡിലേക്ക് വരൂ, പുതിയ നിയമത്തെ കുറിച്ച് പറയാം. ആരാണോ കളിക്കുന്നത് അവർ തന്നെ ആയിരിക്കും കരു. ഞാൻ 2ാമത്തെ നിയമം പറയാം. താങ്കൾക്ക് കരുക്കുലുക്കി ഏത് കളത്തിൽ വേണമെങ്കിലും ഇടാം. അടുത്തത് 3ാമത്തെ നിയമം. 56-ൽ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3-ന്റെ 4-ന്റെ നടുക്കുള്ള നമ്പർ വന്നാൽ ഈ തത്ത ചെന്ന ആ പ്ലെയറിന്റെ കരണത്ത് അടിക്കും. ഇതെവിടത്തെ നിയമമാണ്? ഇതിങ്ങനെ ഒരു നിയമം എപ്പോഴാണ് ഇറക്കിയത്? ഇത് നിയമമല്ല. പാമ്പിന്റെ മുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ പാമ്പ് ചുമ്മാതിരിക്കോ? ഞാനാകെ ഒരു പാമ്പിന്റെ കളത്തിൽ മാത്രമായിരുന്നല്ലോ, പിന്നെ അതിനാ എല്ലാ പാമ്പുകളും ചേർന്ന് തന്നെ അടിച്ചത്. ഞങ്ങൾ പാമ്പുകൾക്ക് യൂണിയൻ ഉണ്ട്. ഒരാൾ അടിച്ചാൽ ബാക്കി എല്ലാരും അടിക്കും. ഇത് ഞങ്ങളുടെ പുതിയ റൂൾസ് ആണ്. നിങ്ങൾ എന്നെ വീട്ടിയാക്കിയല്ലേ? ഇനി നിങ്ങളെ ഞാൻ അടിക്കും. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഉറപ്പായും കിട്ടിയിരിക്കും. മഹാരാജാവേ, ഹലോ മഹാരാജാവേ. ഞാൻ ദുർബലനാണെന്ന് വിചാരിക്കണ്ട, ഞാനും ശക്തിമാനാണ്. വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ചാലഞ്ച് എങ്കിൽ ശരി. പക്ഷെ ഈ ചലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് രാജാവ് ജസ്റ്റ് ആ കൈ ഒന്ന് മാറ്റി. കണ്ടില്ലേ, 1 സെക്കൻഡ് കൊണ്ട് ഞാൻ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അതേ പാമ്പ് ചേട്ടാ, രാജാവിനോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൈ കോർക്കാമോ? അയ്യോ സോറി, ഞാനതങ്ങ് മറന്നുപോയി. നിങ്ങൾക്ക് കൈ കോർക്കാൻ കഴിയില്ലല്ലോ അല്ലേ? സോറി.
കാട്ടിൽ വന്ന് പാവപ്പെട്ട മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് തെറ്റല്ലേ? അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രാജാവിനൊപ്പം വന്ന് അവർ കളിക്കും, അതല്ലേ ശരി? എന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പാഠം പഠിപ്പിച്ചു. ഇനി ഈ തെറ്റ് ഞാൻ ചെയ്യില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരൂ. മാത്രല്ല ഈ പാമ്പ് കളി മാത്രം എന്തിനാ കളിക്കുന്നേ? ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ് അങ്ങനെ എന്തൊക്കെ കളികളുണ്ട്. രാജാവിന് അതും കൂടി ഒന്ന് ട്രൈ ചെയ്തൂടെ? രക്ഷപ്പെട്ടു. അവന്റെ ദൂറിലേക്ക് ചാടി ജയിച്ചല്ലോ.